ഇന്ത്യയുടെ പ്രതിരോധ സംരംഭങ്ങളിലെ ഒരു സുപ്രധാന നാഴികക്കല്ല്. 2 ദശാബ്ദത്തിലേറെയായി നീണ്ട സമർപ്പിത ഗവേഷണത്തിനും വികസനത്തിനും ശേഷം ഇന്ത്യയുടെ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അഥവാ BMD സംവിധാനത്തിന്റെ ആദ്യ ഘട്ടം പ്രവർത്തനക്ഷമമാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ തടസ്സപ്പെടുത്താനും നിർവീര്യമാക്കാനുമുള്ള കഴിവിന് മുൻഗണന നൽകിക്കൊണ്ട് മിസൈൽ ഭീഷണികൾ വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ തന്ത്രപരമായ ഈ മുന്നേറ്റം. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ നേതൃത്വം നൽകുന്ന BMD പ്രോഗ്രാം ഇന്ത്യയുടെ ദേശീയ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പ്പാണ്. ഇന്ത്യയുടെ ഈ തദ്ദേശീയ ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് അഥവാ BMD 2 രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പൃഥ്വി എയർ ഡിഫൻസ് സിസ്റ്റം എക്സോ അല്ലെങ്കിൽ PAD. ഇത് അന്തരീക്ഷത്തിന് പുറത്ത് പ്രതിരോധം നൽകുന്നു. അതായത് അന്തരീക്ഷത്തിന് പുറത്തെ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഭീഷണിയെ നേരിടാൻ ഇത് സഹായിക്കും. ഈ സംവിധാനം പൃഥ്വി ഡിഫൻസ് വെഹിക്കിൾ അഥവാ PDV ഇന്റർസെപ്റ്റർ ഉപയോഗിക്കുന്നു. അത്യാധുനിക സീക്കർ സാങ്കേതിക വിദ്യകളും ഉയർന്ന വേഗതയുള്ള പ്രൊപ്പൽഷനും ഉപയോഗിച്ച് ഇൻകമിംഗ് മിസൈലുകളെ അവിടെ മധ്യഘട്ടത്തിൽ വെച്ച് ഇത് നശിപ്പിക്കുന്നു. അടുത്തതാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് സിസ്റ്റം എൻഡോ അതായത് AAD. ഇത് അന്തരീക്ഷത്തിനുള്ളിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. ടെർമിനൽ ഘട്ടത്തിൽ 15 മുതൽ 25 കിലോമീറ്റർ ഉയരത്തിൽ അന്തരീക്ഷത്തിനുള്ളിലുള്ള മിസൈലുകളെ ഇത് ലക്ഷ്യമിടുന്നു. ഇസ്രായേൽ ഗ്രീൻ പൈൻ റഡാറിൽ നിന്ന് ഉരുത്തിരിഞ്ഞ സ്വേർഡ് ഫിഷ് ലോങ് റേഞ്ച് ട്രാക്കിംഗ് റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക റഡാറുകളാണ് ഈ 2 സിസ്റ്റങ്ങളെയും പിന്തുണയ്ക്കുന്നത്. ഈ 2 സിസ്റ്റങ്ങളുടെയും വിജയകരമായ പരീക്ഷണങ്ങളുടെ ഒരു പരമ്പര തന്നെ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. അതായത് 2019 മിഷൻ ശക്തി എന്ന പ്രോഗ്രാമിൽ DRDO ഈ സുപ്രധാന മുന്നേറ്റം കാണിച്ചതാണ്. ഇന്ത്യയുടെ ഉപഗ്രഹ വിരുദ്ധ കഴിവുകൾ പ്രദർശിപ്പിക്കുകയും അതിന് മിസൈൽ തടസ്സപ്പെടുത്തൽ സാങ്കേതിക വിദ്യകളെ കൂടുതൽ സാധൂകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു മിഷൻ ശക്തി. എന്നാൽ ഈ BMD സിസ്റ്റം പ്രവർത്തനക്ഷമമാക്കുന്നതിന് നിരവധി വെല്ലുവിളികളുണ്ട്. ഒന്നിലധികം ഇൻകമിംഗ് വാർഹെഡുകൾ ട്രാക്ക് ചെയ്യാനും നിർവീര്യമാക്കുകയും ചെയ്യുക, പ്രത്യേകിച്ച് ഡീകോഡ് അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് മാനുവറിംഗ് കഴിവുകളുള്ള ഒരു സങ്കീർണമായ ജോലിയാണിത്. BMD സംവിധാനത്തെ ഇന്ത്യയുടെ നിലവിലുള്ള വ്യോമ പ്രതിരോധ ശൃംഖലയുമായി സംയോജിപ്പിക്കുന്നതിന് അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങളും തത്സമയ ഡേറ്റ പ്രോസസ്സിംഗും ആവശ്യമാണ്. ഒരു BMD സംവിധാനം വിന്യസിക്കുന്നത് പ്രാദേശിക ചലനാത്മകതയെ സ്വാധീനിക്കുകയും ആയുധ മത്സരങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ഇതുപോലുള്ള വെല്ലുവിളികൾ ധാരാളം ഉണ്ടെങ്കിലും ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയുടെ BMD പ്രോഗ്രാം ക്രമാനുഗതമായി പുരോഗമിക്കുകയാണ്. ഹ്രസ്വ ഇടത്തരം മിസൈൽ ഭീഷണികളെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത ആദ്യഘട്ട പ്രവർത്തന വിന്യാസത്തിലേക്ക് അടുക്കുകയാണ് ഇന്ത്യയുടെ BMD പ്രോഗ്രാം. ICBMകളെയും കൂടുതൽ നൂതനമായ ഭീഷണികളെയും തടയുക എന്ന ലക്ഷ്യമാണ് 2ാം ഘട്ടത്തില്. ഈ 2ാം ഘട്ടവും ഇപ്പോൾ സജീവമായി വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ DRDO 150 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഉയരത്തിലുള്ള ടാർഗറ്റുകളിൽ ഇടപഴകാൻ കഴിവുള്ള ഇന്റർസെപ്റ്ററുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ ഈ തദ്ദേശീയ BMD സംവിധാനം വിന്യസിക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷി ഗണ്യമായി തന്നെ വർദ്ധിപ്പിക്കും. പ്രധാന നഗരങ്ങൾക്കും തന്ത്രപ്രധാനമായ ആസ്തികൾക്കും സംരക്ഷണത്തിന് ഒരു സുപ്രധാന പാളി ഇത് നൽകും. ഇന്ത്യയുടെ പ്രതിരോധ നിലപാടിനെ ഇത് ശക്തിപ്പെടുത്തും. ഒരു BMD സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുന്നത് ഇന്ത്യയെ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുള്ള ഒരു എലൈറ്റ് രാജ്യങ്ങളിൽ ഉൾപ്പെടുത്തുകയും ഒരു പ്രധാന ശക്തി എന്ന നിലയിലുള്ള സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്യുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒരു ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.